ഓം ശ്രീ ആഞ്ജനേയ നമ. MSP4 ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് 10-ാം ഉദയം, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് മേടമാസത്തിലെ 10-ാം ദിവസമാണ് 10-ാം ഉദയമായി കണക്കാക്കുന്നത്. 2025 ഏപ്രിൽ 23-നാണ് 10-ാം ഉദയം. അതായത് മേടമാസമാണ് സൂര്യൻ്റെ ഉച്ചരാശി. മേടരാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശി. ഈ ഒരു രാശിയിൽ തന്നെ, ഈ ഒരു മേടമാസത്തിൽ തന്നെ 10-ാം ദിവസം സൂര്യൻ ഹൈ പവറിൽ, അതായത് ഉച്ചഭാവത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലെത്തുന്നു. അതിനെയാണ് 10-ാം ഉദയമായി കണക്കാക്കുന്നത്. പണ്ടൊക്കെ ഈ ഒരു മേടം 1-ന്, അതായത് വിഷുദിനത്തിൽ ഈ പാടത്ത് ചാല് കയറുക എന്ന് പറയും. ചാല് കയറിയിടുന്നു. അതുപോലെ 10-ാം ഉദയത്തിൻ്റെ അന്ന് വിത്ത് വിതയ്ക്കുക, ആ ഒരു ദിനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമായിട്ട് കണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കർഷകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദിനമാണ് ഈ ഒരു 10-ാം ഉദയം. പ്രത്യേകിച്ച് തൈകളൊക്കെ നടാനും അങ്ങനെ കൃഷിപരമായിട്ടുള്ള എന്ത് ആവശ്യത്തിനും വളരെ നല്ല, ആ ഒരു ദൈവാധീനപരമായിട്ടുള്ള വളരെ നല്ല സമയമാണ് 10-ാം ഉദയം. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ, ശുഭകരമായിട്ടുള്ള എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും സെലക്ട് ചെയ്യാനും ആ ഒരു പറ്റിയ ദിവസമാണ് 10-ാം ഉദയം. പ്രത്യേകിച്ച് പാലുകാച്ച്, ഹൗസ് ഫാമിങ്ങിനൊക്കെ ഏറ്റവും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് 10-ാം ഉദയം. നല്ല ദിവസമാണ് 10-ാം ഉദയം. അപ്പം ഈ ഒരു ദിവസം നല്ല കാര്യങ്ങൾ ഒക്കെ, നമ്മൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ആ ഒരു ദൈവാധീനപരമായിട്ടുള്ള ആദിത്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം, അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ദിനമാണ് ഈ ഒരു 10-ാം ഉദയമായി കണക്കാക്കുന്നത്. അപ്പം ഈ ഒരു ദിനം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്ക് തെളിയിച്ച് ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുക. 12 തവണയെങ്കിലും ആദിത്യ മന്ത്രം രാവിലെയും വൈകിട്ടും സന്ധ്യയ്ക്കും വിളക്ക് തെളിയിച്ച് ആദിത്യ മന്ത്രം ജപിക്കുക. അതായത് ജപാകുസുമ സങ്കാശം കാശിപേ മഹാദിതിം തമോരും സർവപാപത്നം പ്രണതോസ്മി ദിവാകരം. ഈ ഒരു മന്ത്രം 12 തവണ ജപിക്കുക. അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരവും 108 തവണ ജപിക്കുന്നതും വളരെ നല്ലതാണ് ഈ ഒരു ദിനം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്ത് സൂര്യക്ഷേത്രമുണ്ടെങ്കിലോ അവിടെയോ ദർശനം നടത്തുക. യഥാശക്തി വഴിപാട് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ അനുഗ്രഹം കിട്ടുന്നതാണ്. ഇന്നേ ദിവസം തന്നെ നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. അങ്ങനെയുള്ള നാഗപരമായിട്ടുള്ള ദോഷങ്ങൾ, സർപ്പസംബന്ധമായിട്ടുള്ള രാഹുദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനും സഹായകരമാകുന്നതാണ്. ഈ ഒരു ദിനം സൂര്യഭഗവാനെ നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു ദൈവാധീനം നിറഞ്ഞ് ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഈ പാപഗ്രഹ വീക്ഷണങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് കുറച്ച് കിട്ടാൻ സഹായകരമാകുന്നു ഈ ഒരു ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഐശ്വര്യം, അങ്ങനെയുള്ള എന്തെങ്കിലും രീതികളിലുള്ള പാപഗ്രഹ വീക്ഷണമോ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളോ അതല്ലെങ്കിൽ ധനപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ സഹായകരമാകുന്ന ഒരു ദിനമാണ് 10-ാം ഉദയം. അങ്ങനെ ജീവിതത്തിൽ പുതിയതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്കും 10-ാം ഉദയം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ദിനമായിരിക്കും. പൂർണ്ണമായിട്ടുമുള്ള ദൈവികപരമായിട്ടുള്ള കടാക്ഷം, ആദിത്യ ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം. ഗ്രഹങ്ങളിൽ ആദിത്യ ഭഗവാനാണ് അധിപൻ. ആ ഒരു ഗ്രഹങ്ങളുടെ എല്ലാം ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത് ആദിത്യ ഭഗവാനാണ്. അപ്പം ആ ഒരു ആദിത്യദേവൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം, സൂര്യദേവൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാൻ സഹായകരമാകുന്ന ദിനം കൂടിയാണ് 10-ാം ഉദയം. അതായത് മേടമാസത്തിലെ 10-ാം ദിനം 2025 ഏപ്രിൽ 23-നാണ് 10-ാം ഉദയം. അപ്പോൾ ഈ ഒരു ദിനം നിങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിച്ച് ആദിത്യ മന്ത്രം ജപിക്കുക. വളരെ നല്ലതാണ്. പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നേടിയെടുക്കാൻ സഹായകരമാകുന്നു. അതുപോലെ തന്നെ എൻ്റെ അന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൂടി ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതായത് ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇത് പൂർണ്ണമായിട്ടും ഫ്രീ ആണ്, സൗജന്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് 10-ാം ഉദയത്തിൻ്റെ പ്രാധാന്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.